ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. യെസ്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ടു മെഷർ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫ ഓഫ് എ സെമി കണ്ടക്ടർ an electrical arrangement shown in the figure is prepared. The arm BC is made up of semiconductor. Arm BC എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ BC എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Yes, the experiment is being conducted at 25 degree Celsius and the resistance of the semiconductor arm is 3 milliohm. Yes, semiconductor arm is 3 milliohm. The arm is being cooled at a constant rate 2 degree Celsius per second. അതായത് 2 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഒരു സെക്കൻഡിൽ കുറച്ചുകൊണ്ടിരിക്കുക. കുറച്ച് എന്താക്കി? ഇഫ് ദ ഗാൽവനോമീറ്റർ G ഷോസ് നൾ ഡിഫ്ലക്ഷൻ ആഫ്റ്റർ 10 സെക്കൻഡ്. അതായത് 10 സെക്കൻഡ് കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം റെസിസ്റ്റൻസ് മാറും. സെമി കണ്ടക്ടറിന്റെ കേസിൽ റെസിസ്റ്റൻസ് മാറുന്നുണ്ട് അല്ലെ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ കാണിച്ചു. യെസ്, നിങ്ങൾ പറ ഇവിടുത്തെ കോൺസെപ്റ്റ് എങ്ങനെ നമുക്ക് ആലോചിക്കാം? സിമ്പിൾ ലോജിക്കില് ഇപ്പം കൂൾ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, ഇനിഷ്യലി ഉള്ള റെസിസ്റ്റൻസ് 6 എടുക്കാം. ഇനിഷ്യലി ഇവിടുത്തെ റെസിസ്റ്റൻസ് 6 ആയിരുന്നു. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? സെമി കണ്ടക്ടറിൻ്റെത് 3 മില്ലി ഓം ആണ്. ഇനിഷ്യലി ഉള്ളത് 3 മില്ലി ഓം ആണ്. കൂൾ ചെയ്ത് നിങ്ങൾ R-നെ R' ആക്കി മാറ്റി, വിച്ച് മീൻസ് ദാറ്റ് R' ആകുമ്പോൾ അത് ബാലൻസ്ഡ് ആകും. അതല്ലേ ഗാൽവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നോ ഡിഫ്ലക്ഷൻ കേസിൽ റെസിസ്റ്റൻസ് 6 അല്ല R' ആയിട്ട് മാറി. നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ എഴുതാം? 0.8 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു പുതിയ റെസിസ്റ്റൻസ് R' ഡിവൈഡഡ് ബൈ 3. സോ R' ഈക്വൽ ടു 3 × 8 24 2.4 മില്ലി ഓം ആയിട്ട് മാറും. യെസ്, പുതിയ റെസിസ്റ്റൻസ് 2.4 മില്ലി ഓം ആയിട്ട് മാറും. ക്ലിയർ? പക്ക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് അതാണോ? അല്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു മെഷർ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. എന്താ ഇക്വേഷൻ? ഡെൽറ്റ ആർ ഈക്വൽ ടു ഡെൽറ്റ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ആൽഫ ഡെൽറ്റ ടി എന്നൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് ആൽഫ ഈക്വൽ ടു എന്താ? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം. യെസ്, ഡെൽറ്റ ആർ എത്രയാ? ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. ഇനിഷ്യലി 3 ആയിരുന്നു, ഫൈനലി 2.4 ആയി. അപ്പൊ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ 2.4 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -0.6 എന്ന് കിട്ടും. സോ ഡെൽറ്റ ആർ ഈസ് -0.6 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 3 ആണ്, ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് 1 സെക്കൻഡിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ അങ്ങനെ 10 സെക്കൻഡ് നേരത്തെ കാണാൻ ചേഞ്ച് വരുത്തിയത്. അപ്പോൾ 1 സെക്കൻഡിൽ 2 ആണെങ്കിൽ 10 സെക്കൻഡിൽ അത് 20 ആയിരിക്കും. സോ ഡെൽറ്റ ടി ഈസ് 20. മക്കളെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -10⁻²⁻2 സെഷ്യൽ റൈസ് ടു -1 ആണ്. സോ ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ -10⁻²⁻2. ആൻസർ ഈസ് ഓപ്ഷൻ 3 അല്ലെ? ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് കിട്ടില്ലേ? -1 × 10⁻² ഡിഗ്രി സെൽഷ്യസ്. യെസ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.